ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ നോയമ്പ് ദിവസങ്ങളിൽ എല്ലാവർക്കും ഉപകാരപ്രദമായ, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പികളാണ് ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെയുള്ള റെസിപ്പികൾ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക കൊണ്ടുള്ള മീനില്ലാത്ത ഒരു മീൻ കറിയാണ്. ഏത്തയ്ക്കയ്ക്ക് പകരം നമുക്ക് പച്ച വാഴയ്ക്ക ഏത് ടൈപ്പിലെ ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ മിക്കവാറും ഉണ്ടാക്കാറുണ്ട്. നോയമ്പിന് പുളിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഈ മീൻ കറി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതട്ടെ. ഒരു ചട്ടിയിലേക്ക് ഞാൻ ഒരു ഏത്തയ്ക്ക അരിഞ്ഞത് ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് അരിയണം. ഒരുപാട് വലുതുമാകരുത്, ഒത്തിരി ചെറുതുമാകരുത്. ഇതേ രീതിയിൽ അരിഞ്ഞ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് 1-2 പച്ചമുളക് നമ്മുടെ എരിക്കനുസരിച്ച് ഇടുക. ഇഞ്ചി, നല്ലതുപോലെ ഇഞ്ചി ചതച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് കരിയാപ്പില. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 2-3 കഷണം തോട്ടുപുളി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ പുളി എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളവും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം നികക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഞാൻ മീൻപുളി ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോയമ്പ് സമയത്ത് മിക്കവാറും എല്ലാവരും മീനും ഇറച്ചിയും നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ നോയമ്പ് നോക്കുന്ന സമയമാണല്ലോ. അപ്പം മിക്കവർക്കും ഈ മീനിനകത്ത് ഈ പുളി ഇട്ട് കഴിച്ച് ഒരു ശീലമായിട്ടിരിക്കുകയാണ്. അത് കഴിക്കാതിരിക്കുമ്പോൾ വയറിന് അസ്വസ്ഥത ഉണ്ടാകും. അപ്പം പലര് എന്നോട് ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ ഇങ്ങനെയൊരു കറി ഉണ്ടാക്കുന്നത്. മീനില്ലാത്ത മീൻ കറി. നമുക്കിത് അടച്ച് വേവാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് നോക്കാം എങ്ങനെയാണെന്ന്. ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, ഒരല്പം മതി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി അധികം വേണ്ട, 1 ടീസ്പൂൺ മതി. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. അധികം മൂത്ത് പോകരുത്. ഇത് അധികം മൂത്ത് പോകാതിരിക്കാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടേബിൾ സ്പൂൺ മതി, അധികം വേണ്ട. അത് മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി അതിനകത്തോട്ട് ഇട്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി 4-5 അല്ലി, 5-6 അല്ലി, ചെറുതും വലുതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അതുപോലെ 4-5 ചെറിയ ഉള്ളി അത് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതൊന്നും ചൂടാക്കേണ്ട കാര്യമില്ല, തേങ്ങ ഒന്നും ചൂടാക്കേണ്ട കാര്യമില്ല. മുളക് മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തേങ്ങ അതിനകത്ത് ഇട്ടത്. മുളക് പൊടി മൂത്ത് പോകാതിരിക്കാനും അതുപോലെ തന്നെ തേങ്ങയുടെ പച്ച ടേസ്റ്റ് വേണം. അതുകൊണ്ടാണ് പച്ച തേങ്ങ അതിലോട്ടിട്ടത്. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏത്തയ്ക്ക നല്ലപോലെ വെന്തു. നമുക്കിതിലേക്ക് 1 തക്കാളി, ചെറിയൊരു തക്കാളി മീഡിയം ടൈപ്പിൽ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂട്ടത്തിൽ നമുക്ക് നല്ലതുപോലെ അരച്ച നമ്മുടെ മസാല ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന്
നമുക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ടില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അവനവൻ്റെ ആവശ്യത്തിന് അത് ഉപ്പ് ഉപയോഗിക്കുക. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ ചെറിയ തീയിൽ ഇത് വറ്റി നല്ല ചാറൊക്കെ നല്ല കൊഴുത്തു. നിങ്ങൾക്ക് എത്രമാത്രം ഇതിന് ചാറിന് കുറുക്ക് വേണം അതിനനുസരിച്ച് നിങ്ങൾ ചെറിയ തീയിൽ പറ്റിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല പരുവത്തിനായിട്ടുണ്ട്, നല്ല കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പും പുളിയെല്ലാം ഒന്ന് നോക്കാം. ഉപ്പും പുളിയെല്ലാം നല്ല പാകത്തിനുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മീൻ കറിക്ക് എന്ത് ചെയ്യുന്നു അതെല്ലാ സ്റ്റെപ്പും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ ചെയ്ത പച്ച തേങ്ങ അത് ഒറ്റ ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ എത്ര അളവ് എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഒരു ഏത്തക്കായ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഏത്തക്ക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പച്ചക്കായ വേണമെങ്കിലും നമുക്ക് ഈ സ്ഥാനത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് കറിവേപ്പില മേളിലൊക്കെ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് ചുറ്റിക്ക് കൊടുക്കുക. അങ്ങനെ മീനില്ലാത്ത മീൻകറി റെഡിയായി. ഇത് കാണുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. വളരെ ടേസ്റ്റാണ്. തക്കാളിയുടെയും അതുപോലെ തന്നെ പുളിയും ആ പച്ച തേങ്ങ എല്ലാം കൂടെ അരച്ച് ആ വെളിച്ചെണ്ണ എല്ലാം കൂടെ ഈ ഏത്തക്കായയിലോട്ട് വരുന്ന ഉടനെ അത് നല്ല ഒരു ടേസ്റ്റാണ്. ഈ നൊയമ്പ് കാലത്ത് നമുക്കെല്ലാവർക്കും അത് വളരെ ഉപകാരപ്പെടും. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞാൻ നല്ല നല്ല ഐറ്റംസ് ഞാൻ ഈ വെജിറ്റേറിയൻ ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അങ്ങനെ മീനില്ലാത്ത മീൻ കറി റെഡിയായി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.